2016 ഇന്ത്യൻ റോഡുകളെ വിറപ്പിക്കാനായിട്ട് ഇന്ത്യൻ യൂത്ത് അതുവരെ കണ്ടിരുന്ന ആ മോട്ടോർ സൈക്ലിങ്ങിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡെഫിനിഷൻ മാറ്റി എഴുതിയ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ബജാജ് ഇറക്കിയ 2016 ബജാജ് ഡോമിനാർ 400. ആ സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന യൂത്തിനെ വളരെയധികം ഹരം കൊള്ളിച്ച ഒരു ബൈക്കുമായിട്ടാണ് അന്ന് ബജാജ് ഡോമിനാർ 400 ലോഞ്ച് ചെയ്തത്. ഞാൻ ഇന്ന് ഓർക്കുന്നു, ആ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കാരണം അതുവരെ നമ്മൾ ഒരു 150cc 200cc എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് ഉള്ളിലായിരുന്നു വണ്ടി ഓടിച്ചിട്ടുള്ളത്. പക്ഷേ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കിടിലൻ വലിയ കപ്പാസിറ്റിയുള്ള ബിഗർ CC എഞ്ചിനുള്ള ഒരു വണ്ടി യൂത്തിനെ പരിചയപ്പെടുത്തിയത് ബജാജാണ്. KTM 390 വളരെ പോപ്പുലർ ആയിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് കൂടുതൽ അഫോർഡബിൾ റേഞ്ചിൽ ബജാജ് ഡോമിനാർ 400 2016 ആ വണ്ടി അവതരിപ്പിച്ചത്. വർഷങ്ങൾക്ക് ശേഷം 2026 എത്തി നിൽക്കുകയാണ്. അപ്പം ഈ വണ്ടിയിൽ എന്തൊക്കെ മാറ്റം വന്നു എന്നുള്ളതാണ് ചോദ്യം. ഡോമിനാർ 400ൻ്റെ ക്യൂബിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2016 373cc ആയിരുന്നു. പക്ഷേ 2026 വന്നപ്പോൾ 350cc അവർ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് GST ബെനിഫിറ്റ്, അതായത് റോഡ് ടാക്സ് 350cc മേലെയുള്ള വണ്ടികൾക്കൊക്കെ 40+ കൊടുക്കേണ്ടി വരും. അതേസമയം 350cc താഴെയുള്ള വണ്ടികൾക്ക് 18% മാത്രമാണ് ടാക്സ് വരുന്നത്. സോ ഹ്യൂജ് എമൗണ്ടിലുള്ള ഡിഫറൻസ് ഓൺ റോഡ് പ്രൈസിൽ നമുക്ക് കിട്ടും. അപ്പോൾ കൂടുതൽ അഫോർഡബിളായി. എന്നാൽ ഇതിൻ്റെ എൻജിൻ വൈസ് പെർഫോമൻസ് വൈസ് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. KTMൻ്റെ പവറും ഒരു ക്രൂസർ ബൈക്കിൻ്റെ കംഫർട്ടും ഫീൽ ചെയ്യുന്ന രീതിയിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബൈക്കായിട്ടായിരുന്നു ഡോമിനാർ 400 ആദ്യമായിട്ട് ഇറക്കിയത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ച് അപ്ഡേറ്റ്സുകൾ വന്നു. വിൻഷീൽഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഡോമിനാറിനെ വീണ്ടും അവർ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. പക്ഷേ പോകെ ഡോമിനാർ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന് ചെറിയ മങ്ങലേറ്റു. പിന്നീട് കാര്യമായ ഡിസൈൻ ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാതെ ബജാജ് ഇതിനെ വെറുതെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് സംഭവിച്ചത് ഡോമിനാർ 400 എന്ന് പറയുന്ന ബൈക്കിൻ്റെ ആ ബ്രാൻഡ് നെയിം തന്നെ ഇന്ത്യയിലുള്ള ആളുകൾ മറന്നു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും ഈ വണ്ടി അപ്ഡേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസൈൻ വൈസ് ഇപ്പോഴും സ്റ്റണ്ണിങ് ലുക്സ് തന്നെ തരുന്നുണ്ട്. പക്ഷേ ഈ കാറ്റഗറിയിൽ ഒരുപാട് പുതിയ വണ്ടികൾ വന്നതോടുകൂടി ഇതിൻ്റെ ആ ഒരു ഓവറോൾ ഇതിന് കോട്ടം തട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ സ്റ്റിൽ ഇത് വർത്തായിട്ടുള്ള ഒരു ബൈക്ക് തന്നെയാണ്. ഡോമിനാർ 400ലെ പ്രധാനമായ മാറ്റം അവർ കൊടുത്തിരിക്കുന്നത് ഡിസൈനിലല്ല. ഡിസൈനിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. ഇതിൻ്റെ പവർ ഫിഗേഴ്സിലാണ്. അതായത് എൻജിൻ അടപടലം അവർ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 373cc ഉണ്ടായിരുന്ന എൻജിൻ 350cc ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ പീക്ക് പവർ എന്ന് പറയുന്നത് 40 PS-ൽ നിന്നും 40.6 PS ആക്കി മാറ്റിയിട്ടുണ്ട്. ഒരു 200 RPM ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 8800 RPM ഉണ്ടായിരുന്നത് ഇപ്പോൾ 9000 RPM-ലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ടോർക്ക് വരുന്നത് 35 Nm 6500 RPM-ലായിരുന്നു. പക്ഷേ ഇപ്പം 33 Nm 7500 ആക്കി ഇൻക്രീസ് ചെയ്തു. 1000 RPM ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 0 to 60 എന്ന് പറയുന്നത് 2.8 സെക്കൻഡ്സ് ഉണ്ടായിരുന്നത് 2.9 സെക്കൻഡ്സ് ആയി. 0 to 100 എന്ന് പറയുന്നത് 7.74 തന്നെയാണ് പഴയതും പുതിയതും. ഇതിൻ്റെ മാക്സിമം ടോപ്പ് സ്പീഡ് വന്നിരിക്കുന്നതും സെയിം ആണ്. GPS ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ബജാജ് ക്ലെയിം ചെയ്യുന്നത് 146.1 ആയിരുന്നു. ഇപ്പോഴും 146.1 km/h ആണ്. പിന്നെ എഞ്ചിൻ്റെ ക്യാരക്ടറിൽ എന്ത് ചേഞ്ച് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ ആൻഡ് ടോർക്കിൽ നേരിയ വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വണ്ടി സ്മൂത്ത് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലോ സ്പീഡിൽ റൈഡ് ചെയ്യുന്ന സമയത്തുള്ള ലോ ആൻഡ് ടോർക്ക് കുറച്ചൊന്ന് റിഡക്ഷൻ വന്നതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറായിട്ടില്ല. NS 400-നേക്കാളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇതിനകത്ത് ലോ ആൻഡ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ചെറിയ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിൽ എന്തോ ഒരു വ്യത്യാസം വരുത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ സ്റ്റിഫായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഗിയർ മാറ്റുന്ന സമയത്ത് നല്ല രീതിയിൽ ഗിയർ ബോക്സിൻ്റെ അവിടെ നിന്ന് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഗിയർ പ്രോപ്പറായിട്ട് തന്നെ വീഴുന്നുണ്ട്. സ്മൂത്താണ്, അതിനൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു സ്റ്റിഫ്നെസ് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്രൂസിങ് സ്പീഡൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കുറേ കൂടെ സ്മൂത്തായിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ്. 100+ സിമ്പിളായിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി തന്നെയാണ് ഇപ്പോഴും. അതിനൊന്നൊരു വിഷയമില്ല. അപ്പം എൻജിൻ വൈസ് ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മാറ്റം വന്നിരിക്കുന്നത്. വലിയ ഓവറായിട്ടുള്ള ഹീറ്റിംഗ് ഒന്നും അത്ര ഫീൽ ചെയ്തില്ല. പഴയ പോലെ തന്നെയുള്ളൊരു ഹീറ്റൊക്കെ ഉള്ളൂ. അത് മാനേജബിളാണ്. പിന്നെ എൻജിനകത്ത് മറ്റൊരു മാറ്റം വന്നിട്ടുള്ളത് അവരിതിൻ്റെ ഫ്ലൈ വീലും ക്യാം ഷാഫ്റ്റും എല്ലാം
അടപടലെ മാറ്റിയിട്ടുണ്ട്. സോ വെയിറ്റ് റിഡക്ഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ അല്പം കൂടി വെയിറ്റ് കുറഞ്ഞ ക്രാങ്കാണ് കൊടുത്തിരിക്കുന്നത്. സോ വണ്ടിയുടെ ഓവറോൾ എഞ്ചിനിൽ മൊത്തത്തിൽ ഒരു 2 kg ലൈറ്റർ ആക്കിയിട്ടുണ്ട്. ഡൽഹി ഷോറൂം പ്രൈസ് വരുന്നത് 2.04 lakhs ആണ്. ഡൽഹിയിലെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2.84 lakhs അടുപ്പിച്ചിട്ടാണ്. കേരളത്തിൽ ഒരു അല്പം കൂടെ കൂടുതലായിട്ട് വരാനാണ് സാധ്യത. ഇപ്പോഴത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 190 കിലോയാണ്. പിന്നെ മറ്റു കാര്യങ്ങളിലൊന്നും വ്യത്യാസമില്ല, എല്ലാം സിമിലറാണ്. ഹാൻഡ്ലിങ്, സസ്പെൻഷൻ്റെ ഫീഡ്ബാക്കും എല്ലാം പഴയ പോലത്തെ ഡൊമിനാറിൽ തന്നിരിക്കുന്ന അതേ സെറ്റപ്പ് തന്നെയാണ്. പ്രധാനമായും GST ബെനിഫിറ്റാണ് ഇതിലൂടെ ബജാജ് എയിം ചെയ്യുന്നത്. സത്യത്തിൽ ബജാജ് ഡൊമിനാറിൻ്റെ ഡിസൈനിലുള്ള അപ്ഡേഷൻ കാര്യമായിട്ട് ബജാജ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ബജാജ് ഡൊമിനാറിൻ്റെ ഇപ്പോഴത്തുള്ള ഡിസൈൻ ഇതിനു മുമ്പ് ലോഞ്ച് ചെയ്തിട്ടില്ല. ഈ 2026 ഇറക്കുന്നതെങ്കിൽ ഈ വണ്ടി സക്സസ് ആണ്. ഇപ്പോഴും വളരെ കിടിലനായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. ഒരു ഡിസൈനർ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ബജാജിന് ഓൾറെഡി ഒരു അങ്ങേയറ്റം മികച്ച ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് ഒരു പടി മേലെ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പരാജയവുമായിട്ട് തോന്നിയത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വണ്ടി ഒരു പക്ക നേക്കഡ് സ്ട്രീറ്റ് ബൈക്ക് പോലെ ഇറക്കുകയാണെങ്കിൽ, കുറേ കൂടെ അഗ്രസീവായിട്ടുള്ള ലുക്കിൽ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളിയായിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു സെക്ഷൻ മാറ്റി RTX 300 ഒക്കെ പോലെയുള്ള ഒരു ഫ്രണ്ട് കിറ്റ് കൊടുത്ത്, ഒരു അഗ്രസീവ് കിറ്റ് കൊടുത്തിട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിയായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ വണ്ടിക്ക് നല്ല സെയിൽ ഇനിയും വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴും ഇതൊരു മികച്ച ടൂറിംഗ് ബൈക്കാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എർഗണോമിക്സ് ഒന്ന് കാണിച്ചു തരാം. സെയിം പഴയ വണ്ടിയായിട്ട് ഒട്ടും മാറ്റമില്ല. 800 mm ഏകദേശം സീറ്റ് ഹൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. എർഗണോമിക്സിലൊന്നും ഒരു ചേഞ്ചും ഇല്ല. ഒരു പൊടിക്ക് റിയർ സെറ്റ് ആയിട്ടുള്ള ഫുഡ് പെഗാണ്. സെമി അപ്രൈറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ പൊസിഷനാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള എർഗണോമിക്സ് ആണ്. സീറ്റ് സെറ്റപ്പും അടിപൊളിയാണ്. പില്ലിനാണെങ്കിലും നമുക്ക് ലോങ് റൈഡ് പോകുന്ന സമയത്ത് കംഫർട്ടബിൾ ആയിരിക്കും. ഹൈവേയിൽ ക്രൂസ് ചെയ്ത് പോകാൻ ഈ വണ്ടി ഇപ്പോഴും സൂപ്പറാണ്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾക്ക് ശേഷം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ചോദ്യമുള്ളത് 2026 ഈ വണ്ടി നിങ്ങൾ പ്രിഫർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. തീർച്ചയായിട്ടും ഇതിൻ്റെ അപ്ഡേറ്റ്സ്, ഡിസൈൻ വൈസിൽ ഒരുപാട് ഇനി അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും ബജാജ് കൊണ്ടുവന്നാൽ മാത്രമേ ഈ വണ്ടിക്ക് നല്ലൊരു സെയിൽ ഇന്ത്യയിൽ ലഭിക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് ചേഞ്ച് ചെയ്ത് ഒരു അഗ്രസീവ് ലുക്കിൽ ഇതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന, സിമ്പിളായിട്ട് വിറ്റുപോകുന്ന ഒരു വണ്ടിയാണ് ഡൊമിനാർ 400. പക്ഷേ ബ്രസീലിൽ ഇതിന് നല്ല സെയിൽ ഇപ്പോഴും ഉണ്ട്. അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ്. ബജാജ് എന്തുകൊണ്ട് ഇപ്പോഴും ഇത് നിർത്താത്തെന്നുള്ള ഒറ്റ റീസൺ അതാണ്. എന്തായിരുന്നാലും ഇനി അടുത്ത വർഷം അറ്റ്ലീസ്റ്റ് ബജാജ് ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ വൈസ് നല്ലൊരു ചേഞ്ച് കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ ഓൾറെഡി ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കീട് വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ. ബൈ.